എല്ലാ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്കും എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായി ചർച്ച ചെയ്ത ചില ഷെയർസ് നല്ല രീതിയിൽ ഉയർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർസിൽ ഇനിയും ഈ സമയത്ത് ഒരു എൻട്രി പ്രായോഗികമല്ല. കാരണം നമ്മൾ പറഞ്ഞ ആ ലെവലിൽ ഒരു എൻട്രി എടുക്കുക എന്നതാണ് അഭികാമ്യം. ഇത്രയും കയറി അല്ല 10% 20% കയറി നിൽക്കുന്ന ഒരു ഷെയറിൽ ഇപ്പോൾ അതിലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അഭികാമ്യമല്ല. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ് തിരിയുമ്പോൾ, അതായത് കണ്ടക്ടർ ആ ബസ് തിരിയുമ്പോൾ അവിടെയാണ് നമ്മൾ കയറേണ്ടത്. അല്ലാതെ നമ്മൾ ആ ബസ് കുറേ വന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കയറിയിട്ട് കാര്യമില്ല. അത്രയും ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെയാണ് ഈ ഷെയർസ്. നമുക്ക് ഒരു എൻട്രി എന്ന് പറയുക ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ എൻട്രി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻട്രി പൊസിഷൻ അവിടെയാണ് എൻട്രി നമ്മൾ എടുക്കേണ്ടത്, ഏത് ഷെയറിലായാലും. അപ്പോൾ അത് കയറിപ്പോയി ഇത്രയും. ഇപ്പോൾ ഒരു എൻട്രി അതിൽ അഭികാമ്യമല്ല. നമുക്ക് നോക്കാം ആ ഷെയർസ് ഏതൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങളെല്ലാവരും മേടിച്ചിട്ടുണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഷെയർ 85 രൂപ വരെ ഒരു ഷെയർ നമ്പർ, അതായത് സ്റ്റീൽ സിറ്റി ആണ് ഇതിൽ പറഞ്ഞ ഷെയർ, നമ്മൾ സ്റ്റീൽ സിറ്റി. അപ്പോൾ നമുക്ക് നോക്കിയാൽ സ്റ്റീൽ സിറ്റി നമ്മൾ ഏകദേശം 80 രൂപയ്ക്കിടെ നമ്മളത് പറഞ്ഞിട്ടുള്ളത്, മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റീൽ സിറ്റി. ഇതാണ് ഒരു ഗ്രാഫ്. 80 രൂപയോ അടുത്തോളം അത് മേടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 105 വരെ പോയി. നമ്മൾ പറഞ്ഞ ആ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ ഏകദേശം പോയി. അത് കണ്ടാണ് ഈ റെസിസ്റ്റൻസ് പോയിന്റ്. അപ്പോൾ ഇപ്പം ഇവിടെ ഒരു മേടിക്കാനായിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മേടിക്കാനായിട്ട് അത്ര നല്ലത് അല്ല. കാരണം ഇത്രയും കയറി നിൽക്കുന്ന ഒരു ഷെയറാണ്. നമ്മൾ പറഞ്ഞ റേറ്റിലിടെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റീൽ സിറ്റി ഇത്രയും കയറിപ്പോയതുകൊണ്ട് ഇപ്പോൾ ഒരു അഭികാമ്യമല്ല. നമ്മൾ ആ റേറ്റിലിണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഇത് വിട്ട് കളയുക. അടുത്ത ഓപ്പർച്യൂണിറ്റിയുള്ള ഇഷ്ടംപോലെ ഷെയർസ് നമുക്ക് വരും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 3 ഷെയർസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ പറഞ്ഞിരുന്ന ഒരു ഷെയറാണ് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ്. നമ്മൾ ഏകദേശം ഒരു 80 രൂപയുടെ അത് പറഞ്ഞത് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ്. നമുക്ക് നോക്കാം. ജിയോജിത്ത് ഫിനാൻഷ്യൽ നമ്മൾ 80 പറഞ്ഞ് ഇപ്പോൾ കറണ്ട് നിൽക്കുന്ന മാർക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 93. അപ്പോൾ 80-ൽ നിന്ന് ഇത്രയും അത് കയറിപ്പോയി 90. ഇപ്പോഴും ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് ഇത്രയും കയറിപ്പോയതുകൊണ്ട് ഇതും നമുക്ക് വിട്ടുകളയാം. കാരണം ഇത്രയും കയറിപ്പോയതുകൊണ്ട് ഇപ്പോൾ ഇതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഇപ്പം ഇല്ല. ഇനി വരും എന്തെങ്കിലും പൊസിഷൻസ്, അതായത് ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ നമുക്കത് മേടിക്കാം. ഇപ്പോൾ ഇത്രയും കയറിയതുകൊണ്ട് ഇതും നമുക്ക് ഇപ്പോൾ ബൈ റെക്കമെൻഡേഷൻ ഇല്ല. പറഞ്ഞ റേറ്റിൽ ബൈ ചെയ്യുകയായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു തന്നെ. അപ്പോൾ ഇതും നമുക്ക് വിട്ടുകളയാം. ഇനി അടുത്ത ഷെയർ നമുക്ക് നോക്കാം. അടുത്തത് ഈ വീഡിയോയിൽ നമുക്ക് കണ്ട 58 രൂപ പറക്കാൻ സാധ്യതയുള്ള ആ വീഡിയോയിൽ നമ്മൾ ഒരു 3 ഷെയർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഷെയർ നല്ല രീതിയിൽ ഉയർന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ആ ഷെയറിൽ കണ്ട ABC ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയറാണത്. നമുക്ക് അതിൻ്റെ ഒന്ന് ചാർട്ട് ചെയ്ത് കണ്ട ABC ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം. ഏകദേശം 201 റേറ്റാണത്. അതും ഏകദേശം ഒരു 10% കയറി നിൽക്കുകയാണ് ABC ക്യാപിറ്റൽ. അപ്പോൾ അതും ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനിൽ അത് ബൈ അല്ല. നമ്മൾ പറഞ്ഞ ആ റേറ്റിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 3 ഷെയർസ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 3 ഷെയർസിൽ മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അല്ല, ഇനി പുതിയൊരു എൻട്രിക്ക് ആരും നിൽക്കേണ്ടതില്ല. അത് പറയാനായിട്ട് ആദ്യത്തെ ഈ സമയം ഞാൻ വിനിയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ആദ്യത്തെ ഷെയർ നമ്മൾ ഈ വീഡിയോയിൽ 3 ഷെയറോട് പറയാൻ പോകുന്നത് ആദ്യത്തെ ഷെയർ EID പാരി എന്ന് പറയുന്ന ഷെയറാണ്. EID പാരിയിലെ വീക്കിലി ക്യാൻഡിലാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീക്കിലി ക്യാൻഡിൽ നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഇവിടെ കൃത്യമായ റെസിസ്റ്റൻസ്, അതായത് 650-ൽ നല്ലൊരു റെസിസ്റ്റൻസ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് EID പാരി എന്ന് പറയുന്ന ഷെയറാണ്. അതിൻ്റെ നമുക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. കണ്ട 650 ആ റേഞ്ചിൽ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്.
ഏകദേശം 641 650 റേഞ്ചിൽ ഇവിടെ നല്ല റെസ്റ്റ്. ഇതിന് മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ വരികയാണെങ്കിൽ മാത്രം നമുക്കൊരു ഇവിടെ ഒരു എൻട്രി ഉള്ളൂ. ഇവിടെ ഇതിന് മുകളിൽ ഈ റേഞ്ചിന് മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ വന്നാൽ നമുക്ക് ഇതിൽ ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അത് നമുക്ക് ഇതിൽ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് മേജർ സപ്പോർട്ട്. പക്ഷേ ഇവിടെ മേജർ സപ്പോർട്ട് നമ്മൾ ഇവിടെ എടുത്തുവിട്ട് ഇവിടെ ഒരു SL ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വൈഡ് റേഞ്ച് ആവും. ഇത്ര അപ്പോൾ നമുക്ക് അതിന് കൂടെ SL ഒന്ന് കുറയ്ക്കാം. ഈ റെഡ് ലൈനിൻ്റെ താഴെ ആയിട്ട് നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത്രയും വൈഡ് റേഞ്ച് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ആ റെഡ് ലൈനിൻ്റെ താഴെ ഉണ്ടോ, ഇതിൽ താഴെ നമുക്ക് ഒരു SL ക്രിയേറ്റ് ചെയ്യാം. അതായത് 590 താഴെ ക്ലോസിങ് വന്നാൽ വിറ്റുമാറാവുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു SL ക്രിയേറ്റ് ചെയ്യാം 590 താഴെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു വീക്കിലി വ്യൂ ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു വീക്കിലി വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മന്ത്ലി ADPARലെ മന്ത്ലി ചാർട്ടിലേക്ക് ഒന്ന് പോയാൽ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മന്ത്ലി ചാർട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഈ ഡബിൾ ടോപ്പ് ഒരു വീക്കിൽ ഡബിൾ ടോപ്പ് വന്ന് അവിടെ നിന്ന് ഫാളായി കണ്ട. ആ റെഡ് ക്യാൻഡിൽ ഫാളായി. നമുക്കൊന്ന് വലുതാക്കി നോക്കാം. കണ്ട റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഡബിൾ ടോപ്പ് വന്ന് ഫാളായി. അതിന് ശേഷം ആണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ വരച്ച ലൈനിൽ മുകളിൽ ഒരു ക്ലോസിങ് സംഭവിക്കുകയാണ്. അതായത് 640 650 ഒരു ക്ലോസിങ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് നേരത്തെ വരച്ച ആ ലൈൻ, അതായത് വീക്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ആ ലൈനിൽ നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസും കൂടി വെക്കാം. ഇനി കുറച്ചും കൂടി വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഇവിടെ വെക്കാം. അതായത് 530 ഇവിടെ നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം. ഈ റേഞ്ചിൽ ഇവിടെ ഒരു SL കൂടി നമുക്ക് കുറച്ച് വൈഡ് റേഞ്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നമുക്കൊരു SL വയ്ക്കാം. 540 ആണ് ആ റേഞ്ച്. ഇത് 540 ആണ്. അവിടെ റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 540 ഒരു SL വെച്ചിട്ട് ഇതൊരു ബൈ എൻട്രിക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണിത്. അപ്പോൾ ഈ ഷെയർ ഇത്രയുമാണ് ഈ ഷെയറിൻ്റെ നമ്മൾ വീക്കിലും മന്ത്ലിയും നോക്കിയത്. ഇതൊരു മീഡിയം ടു ലോങ് ടേം ആ രീതിയിലുള്ള ഒരു സ്റ്റോക്കാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ വീക്കിലിയും മന്ത്ലിയും നോക്കിയത്. നമ്മുടെ അടുത്ത ഷെയറാണ് GM ബ്രീവറേജ്. GM ബ്രീവറേജിയുടെ അടുത്ത ഷെയർ നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് GM ബ്രീവറേജിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ്. ഈ വീക്കിലി ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു വലിയൊരു ക്യാൻഡിലോട് കൂടി ഇത് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതാ. വലിയ ക്യാൻഡിൽ വിത്ത് വോളിയം, വലിയ ക്യാൻഡിൽ വിത്ത് വോളിയത്തോട് ക്യാൻഡിൽ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ഒരു 3 ആഴ്ചയായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൽ വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് അതാദ്യം മനസ്സിലാക്കുക. ഈ വലിയ ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് നമുക്ക് SL ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് അവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ആക്ട് ചെയ്യാൻ സാധ്യത. അതായത് ഒരു 650 റേഞ്ചിൽ വേണം നമുക്ക് ഇതിൽ SL ക്രിയേറ്റ് ചെയ്യാനായിട്ട്. 650. അപ്പോൾ ഇതും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ കയറാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് GM ബ്രീവറേജ്. നമുക്കിതിൻ്റെ മന്ത്ലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടാ ഇതാണ് മന്ത്ലി ചാർട്ട് വ്യൂ. മന്ത്ലി ചാർട്ട് വ്യൂവിൽ നോക്കിയാൽ കണ്ടാ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് മന്ത്ലി ചാർട്ട്. അതുകൂടാതെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അടിയിലൊരു ട്രെൻഡ് ലൈനും കൂടി വരച്ചു കൊടുത്താൽ, അതുകൂടാതെ നമ്മൾ അടിയിൽ ഈ ഒരു ട്രെൻഡിലൂടെ വരച്ചു വെച്ചാൽ അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ആയിട്ട് മാറി. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക്. അങ്ങനെയാണ് സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഒരു ഫോർമേഷൻ. പക്ഷേ ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോകാനാണ് നമുക്ക് സാധ്യത കാണുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് വരെ ഇത് പ്രതീക്ഷിക്ക് വകയുണ്ട് ഇത്. പക്ഷേ ഈ കറക്റ്റ് എൻട്രി നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കണം. കുറേ കയറിപ്പോയതിന് ശേഷം എൻട്രി എടുത്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഇതും നമുക്ക് നമ്മൾ പറഞ്ഞ ആ ലെവൽ SL പരിഗണിച്ചുകൊണ്ട് ഇതിലും നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇത്. അപ്പോൾ ഈ ഷെയർ ഈ 2 ഷെയർസ് ഇപ്പോൾ പറഞ്ഞ ADPAR ചെയ്യുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈനോ ഒരു റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഒരു എൻട്രി എങ്ങനെ എടുക്കാം, അത് അല്ലെങ്കിൽ ഏത് ലെവലിൽ താഴേക്ക് വന്നാലും നമ്മളെ ഫണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോ നിങ്ങൾക്ക്
നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രമേ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 2 ഷെയറാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, അതായത് AD5 GMB റിവേഴ്സും. അപ്പോൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, കാരണം നമ്മൾ പറഞ്ഞ കുറച്ച് ഷെയർസ് ഉയർന്നു പോയിട്ട് അതിലിപ്പോൾ ഒരു എൻട്രി ഇല്ല. ഇനി എൻട്രി വരുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.